അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയോ ഗൈസ്? ഞങ്ങൾക്കും അറിയത്തില്ല. ഇവർ ഞങ്ങൾക്ക് തരുന്ന സർപ്രൈസ്. എല്ലാം ഇവര് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വണ്ടി, ഫുഡ്, സ്റ്റേ, വൻ രീതിയിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് പറയുന്നത്? നമുക്കൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ഇന്ന് ഹേസലിന്റെ ഫസ്റ്റ് സ്റ്റേക്കേഷൻ ആണിത്. എന്തായിരിക്കും ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്? മാങ്ങാത്തൊലി സാമ്പാർ. A few moments later. என்ன தொங்கிருச்சு? ஏய் ஏய் டாமி எந்திரி. ஏய் ஐயோ அந்த ஆண்டி வேற வந்துருவாளே, இப்ப என்ன பண்றது? നെറ്റിടാൻ പറഞ്ഞ സുമയ്യ ഫാത്തിമ. അപ്പൊ കുട്ടൻ Trip planners and organizers visit S&S. എന്റെ മുടിയുണ്ട്. ഇപ്പൊ വൻ ബ്ലോക്കിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. ഒരു പ്രത്യേകതരം കളി ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണ്. എവിടെയാണോ വെയിലുള്ളത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇപ്പോൾ ഹേസൽ. ഇങ്ങനെ അടുത്ത നമുക്ക് കാണാം എന്ത് സംഭവിക്കും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാടും മലയും തേടി ഹോട്ടൽ ടെക്ക. മനുഷ്യന്മാരാകുമ്പം നമ്മൾ ഈ വ്യൂ എല്ലാം കണ്ടിരിക്കണം. നമ്മളിപ്പോ പാലും ലൈറ്ററും വാങ്ങിക്കാൻ പോവുകയാണ്. അവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ പാലും ഉണ്ട്. ആ പ്ലാൻ പാലും തേയില എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഓബ്വിയസ്ലി ചായ. അപ്പൊ ഇനിയും നമ്മള് പോയി അവിടുന്ന് സ്പാർന്ന് വാങ്ങിച്ചിട്ട് നല്ല ക്ലൈമറ്റ്. ആക്ച്വലി ടിബിലസിയിൽ ഭയങ്കര ചൂടായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോ നല്ലൊരു ആശ്വാസം. വേലുണ്ട് ബട്ട് ഒരു തണുപ്പുള്ളോണ്ട് ആ പൂ നമ്മൾ പൂ സുന്ദരിയായോ?
സ്ഥലത്തേക്ക് എത്താൻ ഇനി ഒരു 3 മിനിറ്റ്സും കൂടെ ഉള്ളൂ. സോ ഗൈസ് നമുക്ക് എന്താണെന്ന് കാണാം. നമുക്ക് അറിഞ്ഞൂടാ, ഇവർക്ക് മാത്രമേ അറിയൂ എന്താണ് ആ സ്ഥലം, ഏതാണ് ആ സ്ഥലം, എന്തിനാണ് പോവാണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോകണ്ടേ. ഈ വഴിയാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. ഗൈസ് ഇതാണ് ഇവർ നമ്മളെ സൂം ചെയ്യണം. ഇവിടെ കാണുക ഗൈസ് അവർ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിവിടെ എത്തി സ്പോട്ടില്. ഇനിയിപ്പോ വീട് കണ്ടുപിടിക്കാൻ നോക്കുക, സ്റ്റേന്റെ സ്ഥലം. യേശുമായോ ഇങ്ങ് വാടി. യേശുമാ അമ്മണി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടേജ് ക്യൂർക്കെ, അതിന് മുന്നിലാണ് ഗൈസ്. നമ്മള് ആളെ തപ്പി നിൽക്കുക. നമുക്ക് അറിഞ്ഞൂടാ എവിടെയാണ് സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ വണ്ടി സുമി എന്തുവാ ചെയ്യുന്നത്? സുമി ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. നമുക്ക് കുറെ ആഡ് ചെയ്യും. പൂ പറിക്കാൻ പാടുണ്ടോ? കാട്ടുപൂ, ആർക്കും വേണ്ട നടക്കുന്ന കാട്ടുപൂ. ദുൽഖർ സൽമാൻ ഇൻ ജോർജിയ സ്പോട്ടഡ്. ഞാൻ പറയട്ടെ ഗൈസ്, നമുക്ക് തോന്നുന്നു ഈ ആളാണ് നമ്മളെ കൂട്ടാൻ വരുന്ന അങ്കിൾ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. എടി ഇതിലോട് നോക്ക്. എടി ഇവിടെ ഒരു അരുവിയുണ്ടെടി. ശരി, അത് കൊള്ളാം. നിക്കടി. ഗൈസ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. കണ്ടില്ല സ്ഥലം, അതാ നമ്മൾ നടക്കുന്ന ലൊക്കേഷൻ. എപ്പിടി ഈ ഒരു മലയും അവിടെ ഒരു ആ പുഴ കാണിച്ചില്ലേ? ആ എടി, നമുക്ക് തൊട്ട് താഴെ പുഴ ഉണ്ടടി, വരാം. അപ്പൊ നനയും എടി. ഇല്ലെന്ന് വേണമെങ്കിൽ കാലിട്ടിരുന്നാ മതി. അവിടെ ഒരു ലാവൻഡർ ആണോ ഇത്? അല്ലടി, ഫുൾ ഏരിയ നമുക്ക് സ്വന്തം. ആരുമില്ല ഇവിടെ. യെസ്, അത് ആരുമില്ല ഇവിടെ. നമ്മള് മാത്രമുള്ള ജീവിതത്തിൽ ഇവിടെ. ഈ ഒരു ഏരിയയിൽ ഈ ഗേറ്റ് കഴിഞ്ഞ് വന്നാ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും മല. സൂപ്പർ കായ്. ആ വണ്ടി ഇവിടെ വരെ വന്നല്ലോ.
ഇതൊരു അമ്മാവനാണ്. ഞാൻ എന്റെ ഫോട്ടോ എടുക്കുന്നു, നിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. കുശുമ്പാണോ എന്നോട്? ഇറങ്ങിയോ? ഹേസലിന്റെ ആദ്യത്തെ സ്റ്റേക്കേഷനാണ്. ഹേസൽ ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. എവിടെ പോകണം, എങ്ങോട്ട് ഓടണം ഒന്നും അറിയത്തില്ല. ചുമ്മാ ഇഷ്ടപ്പെട്ടൊരു ട്രാൻസിഷൻ വീഡിയോ. Okay, it's Princess Tea time. വെയിലൊക്കെ പോയി ഇപ്പൊ ഭയങ്കര ഒരു നൈസ് ക്ലൈമറ്റ് ആണ്. നമുക്ക് കണ്ടറിയാം ഈ പശു ഇടിച്ചു കേറുമോ ഇല്ലയോ. അതിന്റെ ആ ഒരു ചെവിയിലുള്ള ആ ഒരു ടാഗാണ് അതിന്റെ വാക്സിനേഷൻ ചെയ്തെന്നുള്ള ഒരു സംഭവം അല്ലേ. നമ്മളിച്ചിരി സ്ട്രഗിൾ ചെയ്യോ ഹേസലിനെ ഒരു ഫോട്ടോ എടുപ്പിക്കാൻ. നിങ്ങൾ ഇത് കാണുക, തടാണ് ഇയാളുടെ ആണ് പശു ഒക്കെ ഓടി വരുന്നൊക്കെ പശു. അപ്പൊ ഇവിടെ നല്ല ടേസ്റ്റി ബാർബിക്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മുന്നേയും അച്ഛയും. അച്ഛ ഇപ്പം മേളിലോട്ടൊന്ന് പോയി. എല്ലാ അവളുമാരും എന്നെ മസാല തേച്ച്
ഫുഡ് സെറ്റ് ആയിരിക്കാണ്. വിഭവ സമൃദ്ധിയായ ഫുഡൊക്കെ കഴിഞ്ഞു. എന്റെ സൗണ്ട് പോയി, ബിക്കോസ് കാറി സൗണ്ട് പോയി. ശരി, അപ്പം വിഭവ സമൃദ്ധിയായ ഫുഡ് കഴിഞ്ഞു. എന്ത് പറയുന്നു ഷെയ്നെ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളി, സെറ്റ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളെ പുറത്ത് അവൾമാർ ഇരുത്തിയിരിക്കുകയാണ്. സർപ്രൈസ് എന്ന് തന്നെ. സോ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം ഈ കൊടും തണുപ്പിൽ. അത് കഴിഞ്ഞിട്ട് നമ്മള് അവര് വിളിക്കുമ്പോ ഉള്ളിൽ കയറും. എന്നിട്ട് നമ്മള് സർപ്രൈസ് ആവും. ശരി, അങ്ങനെ സക്സസ്ഫുള്ളി അവർ ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ് ഗൈസ്. ഈ തണുപ്പത്ത് വലിയ തണുപ്പൊന്നുമില്ല. ചുമ്മാ പിന്നെന്തിനാ ബ്ലാങ്കറ്റ് ഗൈസ്? അങ്ങനെ ഞങ്ങളെ അവർ സക്സസ്ഫുള്ളി പുറത്താക്കിയിരിക്കുകയാണ്. അവർ എന്തോ സർപ്രൈസ് ചെയ്തോണ്ടിരിക്കുകയാണ് അകത്ത്. അതിരുന്ന് വിറക്കുകയാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഞാൻ ഓൾറെഡി ചോദിച്ചു ഷീനോട്, ഞാനും പറഞ്ഞു അത്രേ ഉള്ളൂ. ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ്, ഇത് എന്റെ അഭിപ്രായമാണ്. അടിപൊളിയായിരുന്നു ഫുഡ്. അതുപോലെ അവര് കട്ടനെല്ലാം ഇട്ടേക്കുവാ. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുകയാണ് മുകളിലോട്ട്. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുവാണ്. ഇവിടുന്ന് കണ്ടുകൊണ്ട് പോണം. അയ്യോ നിന്റെ മോളില് എല്ലാരും കേറി കഴിഞ്ഞിട്ട് അവർക്ക് സ്ഥലം കൊടുത്തേ. വിളിക്കുന്നു ചിലുമ്പുച്ച പോലെ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ ഒരു ഹൃദയം ഇരിക്കുന്നതാണ്. ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആരും കാണുന്നത് ChatGPT ആയിരുന്നു. ഹലോ, ഒരു കാര്യം പറഞ്ഞിട്ട് never be wasted. പെട്ടെന്ന് എഴുതിയതാ. ഹാർട്ടായില്ലേ ഗൈസ്? എനിക്ക് കുഴപ്പമില്ല, മൊത്തം വായിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പുറത്തോട്ട് വരാം. ഭാഗ്യ, അതെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. ഷെയ്ൻ ഇതിനാണ് കൊണ്ടുവന്നേ. അതോ ശരിയല്ല. ശരി, ഇതിന്റെയൊക്കെ ആവശ്യം എന്ത്? ഓ, നെക്സ്റ്റ് സർപ്രൈസ്. അയ്യോ, എനക്കരിഞ്ഞു സർപ്രൈസ്. പൈസ സർപ്രൈസ് വെച്ചിട്ട് കോമഡി അല്ല. ഇതിന്റെ ഒരു വ്യൂ എടുത്തിട്ട് കരയില്ലേ? കുറ്റം കണ്ടുപിടിക്കുമല്ലോ. തൊട്ടിനും പിടിച്ചതിനും കരുതുന്നു. ഇതിന് തൊട്ട് കരഞ്ഞു തുടങ്ങി. ഒരു കണ്ണു തുടങ്ങി. ഓക്കെ, ബൈ. അവർക്ക് ചിരി വരുവാ. ഇതെന്തോ മരിച്ച വീടോ? മറ്റേ വയ്യം കാണാൻ വേണ്ടി മിണ്ടാവ ലൈനായിട്ട് വരുമല്ലോ. നെക്സ്റ്റ് സർപ്രൈസ്.
ഞങ്ങൾ ചളങ്ങിപ്പോയി. ഞങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിലും 5-6 മണിക്കൂർ ട്രാവൽ ഇഷ്ടപ്പെട്ട കളറ് ഇരുന്നങ്ങ് വായിച്ചു കേട്ടോ. പെട്ടെന്ന് അലുത്തോ നമുക്ക് മുറിക്കാം. ചൂട് കൊടുക്കും ചെന്നോളാം ഇച്ചിരി. ഇതൊക്കെ കണ്ടോ അതൊക്കെ ഒരു ക്ലൗഡാണ് ഇത്. തോന്നില്ല ഒരു മേഘം പോലെ മഴയായിരുന്നു. ഇതിപ്പോ അയ്യോ ഒരു മിനിറ്റ് നീ ആഗ്രഹിച്ച് വെക്കാം. പക്ഷെ അറിയാമോ ഒരുമാതിരി വളർത്തുന്ന മനുഷ്യൻ ഒരുമാതിരി കൊടുത്ത ഫോട്ടോ എടുക്കുമല്ല. തിരികെ വരാൻ നേരം നിറയുന്നേ നമ്മിൽ വെറുതെ തരാനോളം മൗനങ്ങൾ വേറെ. Flashback. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഞാനൊരു കുഞ്ഞായിട്ട് വളർത്തി. അവിടെ നല്ലൊരു കുഞ്ഞായിട്ട് വളർന്നു. എന്നിട്ട് പഠിച്ച കാര്യത്തിലെല്ലാം ഓൾ ആക്ടിവിറ്റീസ് അവിടെ നല്ലപോലെ minded, helpful and social girl, and also she have more patience. That is the main thing. We are proud parents. while talking about her. We also appreciate her good friends for encouraging her in all activities, especially Srikuti, Surmi, Shaheen, Nitin, Ashwin, and all other friends. She is one our Makrikun. I call her Makrikun, pet name. Ammu, God bless you. അവർക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ നേരുന്നു. God bless all of us. ഹായ് ഗൈസ്, എല്ലാവർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ്. ഗൗരി And I have just 3 words for him. I'm very happy, I'm very grateful, and I'm very proud of him. Just continue the way you are. ഫ്രണ്ട്സിനും എല്ലാവരുടെ ആശംസകളും ഓക്കെ. താങ്ക് യു. ഹായ് കൺഗ്രാറ്റുലേഷൻസ്. ഡോക്ടറെ കാണണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം നടന്നതിന്റെ സന്തോഷത്തിലാണ് മോനെ ഞങ്ങളെല്ലാവരും. എന്റെ മാപ്പച്ചിയുടെ ആഗ്രഹമായിരുന്നു, അത് നടന്നതിന്റെ സന്തോഷത്തിലാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അവിടെ എത്തിയില്ലേ. പിന്നെ നിനക്കും എന്റെ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ. പ്രതീക്ഷിച്ചല്ലോ. ഓക്കെ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്തൊന്നും ഇല്ല. നമ്മുടെ സ്വന്തം ഡോക്ടർ ആദിത്യ പ്രസന്നൻ മിനി. Congratulations. Yeah, congrats, my dear bestie. You will come to unemployment. തെറ്റിദ്ധരിച്ചതൊക്കെ ഇല്ല, അതാവില്ല. അവള് ശരിക്കും
പഠിച്ചിട്ടില്ലല്ലോ. So Adira, I'm so happy and I'm so proud of you. I still remember those days back in school. എനിക്ക് ഭയങ്കര പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിച്ചിന്റെ അങ്ങേ അറ്റായിരുന്നു. She used to study. ട്യൂഷൻ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിലെ കഥകളൊന്നും പറയാണ്ടിരിക്കും. എനിക്ക് ആൻസേഴ്സ് ഒക്കെ കാണിച്ചു തരുന്ന ആളായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പഠിപ്പിച്ചായിരുന്നു. Anna, I knew you would become a doctor. You had it in you. And the moment I saw you getting graduated, I felt so emotional and proud because I could witness that moment. And you were made for this. So, ഒരുപാട് വിവരങ്ങളിൽ വളര and all the best other here. Specialist or consultant. Yes. ഇതിനൊക്കെ എല്ലാം എന്നെ പറ്റാത്തതെല്ലാം നീ ചെയ്യണം. എന്റെ പ്രതീക്ഷ മൊത്തം നീയാണ്. You and all the patients you will be treating. പേഷ്യൻസിന്റെ അവസ്ഥ ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് പേഷ്യൻ എല്ലാം. അതെ, ഇവിടെ ഇരിക്കുന്ന ആളുടെ പാത നീ പിന്തുടരുന്നുണ്ട്. ഞാൻ 12 കഴിഞ്ഞ് ഡോക്ടർ 15 പോയിട്ടാണ് അവളും ചാടിക്കര വന്നത്. ഈ ഒരു പ്രായം മുതലേ അവളെനിക്ക് എന്നോടാണ് ഒരു മാറ്റമില്ലത് നിനക്ക്. അതിലെനിക്ക് പങ്കില്ല. ഞാൻ കുറെ തവണ പറഞ്ഞ പേരാണ്. So, yeah. ഇനി ഇങ്ങനൊരു ഡോക്ടറൊക്കെ ആയി കുറച്ച് കാര്യമൊക്കെ ചെയ്ത് ബോഡി നമുക്ക് ഫിറ്റാക്കണം. It's okay. Yeah. So, congratulations. Congrats, bestie. Yes, that's my bestie right there. ഒരു മെസ്സേജ് അയച്ച അവൾക്ക് ഞാൻ ലെറ്റർ അയക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. അല്ലാതെ മെസ്സേജ് അയക്കുന്ന ഒരു On the spot. That's my bestie. That's my bestie. So, congrats. So happy for you. You did it. Yes. So proud of you. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഒറിജിനൽ ഡോക്ടർ. So all the best and see you soon. We miss you. We love you. Bye. Take care. Bye. Hello, my rockstar. Very excited for you, Helen. I don't know what happened. Thank you for being that friend who has never changed. Okay, 12 years now. Still, me are one that a same crack person. And I am really happy about it. I'm just really happy you're there in my life and very excited about the day. Love you. Also, one last thing. Now, PG into പഠിക്കുന്നേ. ഹായ്, ഫേവറിൽ നിന്ന് പരിപാടി ചെയ്യുന്ന കർഷകൻ ഭയങ്കര ഹാപ്പിയാണ്. നീ സ്ട്രഗിൾ ചെയ്തതും നിന്റെ ഇമോഷൻസും നീ സന്തോഷിച്ച ഹാപ്പിനെസ്സും മെമ്മറീസും എല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. ഈ ചെന്നൈ സ്റ്റേജ് നീ ഓരോ മൈൽ സ്റ്റോൺ കടന്നു പോകുമ്പോഴും എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. നീ എല്ലാം കെയർ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഒരു മൈൽ സ്റ്റോൺ ആയതുകൊണ്ട് ഒരുപാട് മൈൽ സ്റ്റോൺസിനൊക്കെ അറിയാറുണ്ട്. എന്ന് ഞാൻ കൂടെ കാണും, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഐ എം സോ ഹാപ്പി. പിന്നെ ഇതൊക്കെ തന്നെ നീ വാ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മോനെ ഒരു ഡോക്ടറെ കാണാൻ ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. മോനെ സാധിച്ചു തന്നു. ഒത്തിരി സന്തോഷം. അതിലുപരി വളരെ അഭിമാനം. അച്ഛന്മാരുടെ എല്ലാ കാര്യത്തിലും സഹായിച്ച എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ്. എല്ലാവർക്കും അച്ഛനും എല്ലാ ഫ്രണ്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. വെരി താങ്ക്സ്. Nothing else to say, but thank you for always being supportive and taking care of my sisters. Dude. I wish you the best and good luck. Dude, he'll never do this. എന്താണ് വിശേഷം? സുഖമല്ലേ? അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നത്. അതിന് ഒരു ഡോക്ടറായതിൽ നമ്മൾ വളരെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഒരു ഡോക്ടറുടെ അച്ഛനും അമ്മയും ആണെന്ന് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ അതൊരു നല്ലൊരു കുട്ടിയാണ്. നല്ലതാണ്.
ഇച്ചിരി പിണക്കവും ഒക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാല് അവർക്ക് കൂട്ടുകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെക്കാളും എനിക്കൊന്ന് കൂട്ടുകാരെന്ന് എല്ലാം പറയണത് നമ്മളെ പറയും. എന്നാലും ഞാനൊക്കെ വല്ല വഴക്ക് പറഞ്ഞ ഉടനെ കൂട്ടുകാരെ പറയും. ഞാനാണെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞാൽ ഞാൻ വേറെ ആരുടെയും പറയില്ലായിരുന്നു. പക്ഷെ അതിലങ്ങനെയല്ല, കൂട്ടുകാരുടെ എല്ലാം പറയണത്. പിന്നെ കൂട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചെന്നപ്പോ മോളിനെ നമ്മൾ ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ച് പിന്നെ ഒരു ഹെലന്, ദേവിക, ശ്രീകുട്ടി, സുമി, അശ്വിൻ, ഷെയ്ൻ, എല്ലാവരും നല്ല മക്കളാണ്. എല്ലാവരും നല്ല മക്കളാണ്. ഇപ്പോഴാണ് നമ്മളെല്ലാവരെയും കണ്ട് നന്നായിട്ട് വർത്താനൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നല്ലതാണ്. പിന്നെ അവർക്ക് അവിടുത്തെ സർട്ടിഫിക്കറ്റ് പിന്നെ പിന്നെ ഞാനാണ് ആളെ ചീത്ത പറയണതും വഴക്ക് പറയണതൊക്കെ. അച്ഛനൊന്നും പറയാറില്ല രണ്ടുപേരെയും. അതുകൊണ്ട് നമുക്ക് എന്നെ പറ്റി എനിക്ക് പരാതി കൂടുതൽ. പിന്നെ എല്ലാ ഫ്രണ്ട്സും ദുബായ് വഴി വരുമ്പോ ഇവിടെ വരണം. നിന്നിട്ട് നിന്നിട്ട് പോകണം. ഈഷ നമ്മുടെ കൃഷ്ണപ്രിയ, അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവരും നല്ലതാണ്. എല്ലാരെ കുറിച്ചും നല്ലതാണ് പറയണത്. നല്ലതാണ് പറഞ്ഞ കേൾക്കും. പിന്നെ നിങ്ങളൊക്കെ വിട്ട് തരാൻ ആദ്യമൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോണ്ടിരിക്കണം എന്നാലും ടിക്കറ്റ് എടുക്കണമെന്ന് നമ്മൾ പറയും. 28-ാം തീയതി വരെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സങ്കടം എനിക്ക് സങ്കടം വന്നെന്ന് വെച്ചാൽ അന്ന് ആദ്യം എനിക്ക് അവിടെ ഡോക്ടർ ആദ്യാനിനി എന്നുള്ള നെയിമും ഇല്ലേ, അതിങ്ങോട്ട് അയച്ചപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സങ്കടം വന്നു. പിന്നെ അവിടെ നമ്മള് ഗ്രാജുവേഷൻ ആണപ്പോ അവരാ വീഡിയോ ഒക്കെ കാണിച്ചപ്പോ അപ്പോഴും സങ്കടം പോയി. ഇതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. നല്ല വേഗങ്ങളിലെത്തട്ടെ കൂട്ടുകാരെല്ലാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, നിങ്ങൾ ഗ്രാജുവേറ്റൊക്കെ ആയി, എല്ലാം സെറ്റൊക്കെ ആയി, ഗ്രാജുവേഷൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലൈക്ക് നിങ്ങൾ ഒത്തിരി നാളായി ഇവിടുന്ന് പോയിട്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കും ഷെറിൻ്റെ മെസ്സേജസ് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ അച്ചീവ് ഡോക്ടേഴ്സിനാവും. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് പറഞ്ഞ് എനിക്ക് എങ്ങനെ തരാൻ എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ ആം സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു ഗൈസ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓരോരോ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ എനിക്കറിയാം. സോ ഐ ഹോപ്പ് എവറിത്തിങ് ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. എനിക്ക് ലൈക്ക് അമ്മ ഇപ്പോഴും ലൈക്ക് ഇവിടുന്ന് പോകുന്ന ജോർജിയയിലോട്ട് യുഎസിന് പോകാമെന്ന് പറഞ്ഞ് പോകുന്ന ഐ സ്റ്റിൽ റിമെമ്പർ. അപ്പം അതൊക്കെ കഴിഞ്ഞത് ഒത്തിരി നാളായി, ഒരു 6 years ഒക്കെ ആയി. ആൻഡ് നൗ ഷീസ് ഗോയിങ് ടു കം ബാക്ക് ബീയിങ് എ ഡോക്ടർ. സോ ദാറ്റ് ഈസ് റിയലി എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമാണ്. ഞാൻ അവരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് വെരി ബാഡ്ലി ലുക്കിംഗ് ഫോർവേഡ് ടു കം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു വരണം, ഗ്രാജുവേഷൻ സമയത്തെങ്കിലും വരണം. കാരണം ഇവർ ഒത്തിരി പ്രാവശ്യം എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഷൈന, അശ്വിനായിരുന്നു, എല്ലാവരും ഒത്തിരി പ്രാവശ്യം വിളിച്ചു. ബട്ട് ഐ കുഡന്റ് കം. എനിക്ക് അറ്റ്ലീസ്റ്റ് ഗ്രാജുവേഷനെങ്കിലും വരണം എന്ന് ഉണ്ടായിരുന്നു. അത് നടന്നൊന്നുമില്ല. പക്ഷെ എന്തായാലും അമ്മ ജോർജിയ പഠിക്കാൻ പോയിരുന്നു. എനിക്ക് വേറെ 2 ഫ്രണ്ട്സിനെ കൂടെ കിട്ടി. 2 ഫ്രണ്ട്സിനെ കൂടെ കിട്ടി. ഐ എം വെരി ഹാപ്പി. അവൾ കാരണം എനിക്ക് 2 ഫ്രണ്ട്സുകൾ ഉണ്ടായി. ഐ എം വെരി ഹാപ്പി. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ മിക്കവാറും ഷെറിനെ അശ്വിനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് അൽത്താഫിനെ വിളിക്കും. അപ്പം ഇവരെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെ വിളിച്ചിട്ട് കിട്ടാറില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷെ പിന്നെ അതുകൊണ്ട് ഇവരെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി അവരെ എനിക്ക് എപ്പോഴും കാണാൻ പറ്റാമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും എനിക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലായിരിക്കുക. വരുമ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം ഗൈസ്. ഇപ്പം നിങ്ങളുടെ അവിടെയുള്ള കുറച്ച് ലാസ്റ്റ് ഡേയ്സ് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. ഒബ്വിയസ്ലി നിങ്ങൾ കോളേജ് വളരെയെല്ലാം മിസ് ചെയ്യും. പക്ഷെ സ്റ്റിൽ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗൈസ്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ ഗുഡ്.
തിരിച്ചു വരും, ഉടനെ നമുക്ക് കാണാം. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം നിങ്ങൾക്ക് അവിടുന്ന് പോരുന്നതിന് ഒരു ഫെയർവെല്ലൊക്കെ അറേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഫെയർവെല്ലൊക്കെ അടിച്ചു പൊളിക്കാം. ഹാവ് ഹാപ്പി ഡേ. ഇതൊക്കെ വീഡിയോയിലെ എല്ലാവരുടെയും വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കരയൊന്നും വേണ്ട, ജീവി ഫൈൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. എല്ലാവർക്കും ഒരു ചക്കര ഉപ്പ. ഇപ്പൊ ഡോക്ടറെ അപ്പൊ അതിന്റെ ചെലവാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ആദ്യത്തെ ഡോക്ടർ അശ്വിൻ തന്നെയാണ്. അവനെ കുറിച്ച് പറയുമ്പോൾ ആധികാരികമായിട്ട് പറയേണ്ടതായിട്ടില്ലല്ലോ. എനിക്ക് ഡൗട്ട് അതല്ല, മാത്രമല്ല പേഷ്യൻസിന്റെ കാര്യമാണ് എനിക്ക് ഡോക്ടറെ പറ്റി ഞാനൊക്കെ കിടപ്പുണ്ടത്. സത്യം ഇപ്പം പറയുന്നത് ഇഷ്ടംപോലെ മെമ്മറീസ് ഉണ്ട്, എന്ത് പറയാൻ അറിയത്തില്ല. അറിയാലോ അന്ന് നൂഡിൽസിന്റെ സുമി ഇവിടെ വന്നില്ല. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഇമോഷണൽ റോളർ കോസ്റ്റർ നമ്മളിങ്ങനെ ഇരിക്കുക. അടുത്ത കാര്യം വെയിലും ഉണ്ട്, അതേ സമയത്ത് നല്ല കാറ്റും ഉണ്ട്. അതിൻ്റെ പ്രത്യേക ഒരു സുഖമാണ്. വെരി പ്രിറ്റി പ്ലേസ്. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ പ്രോപ്പർട്ടിയാ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. This is Helen Juice. ദിസ് ഈസ് ഷെയ്ൻ ഷാജി. ഷെയ്ൻ ഷാജിയെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, യൂട്യൂബിൽ വൈറലാവുന്ന. ദാറ്റ് ഈസ് ഹോണ്ടഡ് ഹൗസ്. ദിസ് ഈസ് ആതിര മിനി ഫ്രം UAE. ദിസ് ഈസ് ഹേസൽ ഫ്രം അൺനോൺ പ്ലേസ്. ഒന്നും തോന്നില്ല. ഇത് ഞാൻ ഇപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റേ എൻഡ് ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്.
ഇപ്പം നമ്മൾ സിൻവാലി റിസർവോയറിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഹേസലാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ താരം ആസ് യൂഷ്വൽ. യഷിമ ബൈ. ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടി തിരിച്ച് ഹേസലിനെ തരാൻ. അവർക്ക് തീരെ തരാൻ താല്പര്യമില്ലായിരുന്നു. അവർ പറഞ്ഞു അവർ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞേ. ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിപ്പോൾ എങ്ങോട്ട് പോവാ സുമി? നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ബിരിയാണി കഴിക്കാൻ പോകും. എവിടെ പോന്ന? നമ്മൾ റോയൽ കിച്ചൺ പ്രീമിയം. പക്ഷെ അവിടുത്തെ ഫുഡൊക്കെ നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവരുടെ പേരൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡ് കഴിച്ചോണ്ടിരുന്നു. യെസ്. നമ്മൾ അപ്പോഴാണ് ഓർത്തത് നമ്മുടെ കൂടെ ഒരു കുട്ടി കുറുമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം. യേശിമ. പക്ഷെ നമ്മുടെ ഹേസിൽ ഗുഡ് ഗേൾ ആയതുകൊണ്ട് അവർ പറഞ്ഞു കയറി ഇരുന്ന് കഴിച്ചോളാൻ. ട്വിസ്റ്റ് ഓഫ് ദി ഡേ. നമ്മളങ്ങനെ ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നുപോയി. എല്ലാവരും കഴിച്ച് തീരാനായി. നമ്മൾ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഒരു പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂരിക്ക് ബർത്ത്ഡേക്ക് ഒരു പസിൽ കൊടുത്തിരുന്നു സോൾവ് ചെയ്യാൻ. അതിവിടെ വെക്കുള്ളതാ. എന്റെ ഇവളുമായി കൂട്ടുന്നത്. ഓ ഇത് ഭയങ്കര കൊല്ല കേട്ടോ. അതൊക്കെ ഫോം ചെയ്തു ഓൾറെഡി. മനസ്സേ നീ ഒന്നു കേൾക്കൂ. മനസ്സേ മായ മറയത്തു ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും? തിരികെ വരാ